ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള വേർ ഗോ ദ ബോട്ട്സ് എന്ന് പറയുന്ന പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ്. ഈ ഒരു പോയത്തിൻ്റെ കംപ്ലീറ്റ് മലയാളം എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ തിങ്സ് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ? റിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പുഴ അല്ലേ, നമുക്കറിയാം. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നതിനെയാണ് ഫ്ലോട്ടിംഗ് എന്ന് പറയാം. വാട്ട് ആർ ദ തിങ്സ് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് പുഴയുടെ മുകളിലൂടെ എന്തൊക്കെ സാധനങ്ങളാണ് ഒഴുകി നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തൊക്കെയാണ്? നമ്മൾ കവിതയിലൂടെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. പേപ്പർ ബോട്ട്സ്, ഗ്രീൻ ലീവ്സ് ആൻഡ് ഫോം ആർ ദ തിങ്സ് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. ആ ഒരു ബോയ് ഒഴുക്കി വിടുന്ന പേപ്പർ ബോട്ട്സ് റിവറിൻ്റെ മുകളിലൂടെ അങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അല്ലേ. പിന്നെ എന്താണ്? നമ്മളുടെ പുഴയുടെ ഇരുവശത്തുമുള്ള മരങ്ങളിൽ നിന്ന് പൊഴിയുന്ന ഗ്രീൻ ലീവ്സ്, പച്ച ഇലകൾ പുഴയിലൂടെ അങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. പിന്നെയോ ഫോം അല്ലേ, പത. ഇങ്ങനെ വെള്ളം ചാടി വന്ന് വീഴുന്നിടത്ത് പത ഉണ്ടാവുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് റിവറിൻ്റെ മുകളിലൂടെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ റിവർ? അതായത് ഈ ഒരു കവിതയിലൂടെ കവി എങ്ങനെയാണ് പുഴയുടെ മൂവ്മെൻറ്റ്, അതായത് പുഴയുടെ ഒഴുക്കിനെ കുറിച്ച് ഡിസ്ക്രൈബ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, ഈ ഒരു പോയത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം, ആദ്യത്തെ സ്റ്റാൻസയിലെ 3ാമത്തെയും 4ാമത്തെയും ലൈൻസിലൂടെയാണ് ഈ ഒരു പുഴയുടെ ഒഴുക്കിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ഏത് ലൈൻസാണ്? ഇറ്റ് ഫ്ലോസ് അലോങ് ഫോർ എവർ വിത്ത് ട്രീസ് ഓൺ എയ്തർ ഹാൻഡ്. അതായത് പുഴയുടെ ഇരുവശങ്ങളിലും ഉള്ള മരങ്ങളുടെ ഇടയിലൂടെ ഒരിക്കലും നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു പുഴയാണിത് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? The poet describes that the river is flowing continuously with trees on both sides. എന്നാണ് പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ ഒരു റിവർ ഇരുവശങ്ങളിലുമുള്ള മരങ്ങളുടെ ഇടയിലൂടെ നിർത്താതെ എങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലൈൻ ഇൻ ദ പോം ഡു യു ലൈക്ക്? ഈ ഒരു പോയത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വരിയാണ് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വരി നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ് കേട്ടോ. ഇറ്റ് ഫ്ലോസ് അലോങ് ഫോർ എവർ വിത്ത് ട്രീസ് ഓൺ എയ്തർ ഹാൻഡ്. ആ ഒരു ലൈൻ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ലൈനായിട്ട് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. താഴെ കൊടുത്തിരിക്കുന്ന ലൈൻസ് വായിക്കാം. അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സ് നോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മളുടെ പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈൻസ് ആണ് കേട്ടോ. ദ റിവർ ഈസ് ഫോളോയിങ് ഡൗൺ ദ ഹിൽ, ഇറ്റ് ഈസ് മൂവിങ് ഫാസ്റ്റ് ആൻഡ് നെവർ സ്റ്റിൽ. അപ്പോൾ ഇവിടെ ഹിൽ, സ്റ്റിൽ ഈ 2 വേർഡ്സിൻ്റെ താഴെയാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഇതെന്ത് വേർഡ്സാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, റൈമിങ് വേർഡ്സ് ആണ് അല്ലേ. എൻഡിങ് സൗണ്ട് ഒരേപോലെ വരുന്നത് വേർഡ്സിനെ നമ്മൾ എന്താണ് പറയുക? റൈമിങ് വേർഡ്സ് എന്നാണ് പറയുക. ഹിൽ, സ്റ്റിൽ, അതിൻ്റെ ലാസ്റ്റിലേക്ക് വരുന്ന സൗണ്ട് ഇൽ എന്നുള്ള സൗണ്ട് സെയിം അല്ലേ, അതാണ് റൈമിങ് വേർഡ്സ്. ഓക്കെ, ഹിയർ ഹിൽ ആൻഡ് സ്റ്റിൽ ആർ റൈമിങ് വേർഡ്സ്. അപ്പോൾ എന്താണ്? ഇവിടെ ഹില്ലും സ്റ്റില്ലും റൈമിങ് വേർഡ്സ് ആണ്. പെയർ ദ ഫോളോയിങ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ താഴെ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ റൈമിങ് വേർഡ്സ് പെയർ ചെയ്യുക, നമ്മൾ കണ്ടെത്തി എഴുതുക. ഇവിടെ ഇപ്പോൾ ഹിൽ, സ്റ്റിൽ അതാണ് റൈമിങ് വേർഡ്സ്. അതേപോലെ ഈ 2 കള്ളിയിലായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ പെയർ ചെയ്തിട്ട് താഴെ സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹിൽ, മിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്ന വേർഡ് ഏതാണ്? റിവർ ആണ് അല്ലേ. അപ്പോൾ റിവറിൻ്റെ മാച്ച് ചെയ്യുന്ന വേർഡ് ഏതാണ്? ഫോർ എവർ അല്ലേ. അപ്പോൾ അത് നമുക്ക് എഴുതാം, റിവർ ഫോർ എവർ. അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി 2ാമത്തെ വേർഡ് ഏതാണ്? ഫോം. ഫോമിന് മാച്ച് ചെയ്യുന്ന വേർഡ് ഏതാണ്? നെക്സ്റ്റ് ബോക്സിലുള്ള ഹോം അല്ലേ. എൻഡിങ് സൗണ്ട് സെയിം ആയിട്ടാണ് വരുന്നത്, ഫോം, ഹോം. അപ്പോൾ നമുക്ക് അത് എഴുതാം, ഫോം,
ഹോം. നെക്സ്റ്റ് ഏതാണ്? സാൻഡ്. സാൻഡിന് മാച്ച് ചെയ്യുന്ന വേർഡ് ഏതാണ്? ഹാൻഡ് അല്ലേ? എൻഡിങ് സൗണ്ട് സെയിം ആണ്. സാൻഡ്, ഹാൻഡ്. നെക്സ്റ്റ് വേർഡ് എന്താണ്? അബോട്ടിങ്. അപ്പോൾ അതിൻ്റെ പെയർ ഏതാണ്? അഫ്ലോട്ടിങ്. അബോട്ടിങ് ആൻഡ് അഫ്ലോട്ടിങ്. ഇതാണ് അതിൻ്റെ പെയർ വരുന്നത്. ലാസ്റ്റ് പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? മോർ, അഷോർ അല്ലേ? എൻഡിങ് സൗണ്ട് സെയിം ആണ് വരുന്നത്. മോർ ആൻഡ് അഷോർ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കളിയിൽ കൊടുത്തിട്ടുള്ള വേർഡ്സിൻ്റെ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് നമ്മൾ കണ്ടെത്തി താഴേക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എങ്ങനെയാണ്? നമ്മൾ രണ്ട് വേർഡ്സ് വായിക്കുന്ന സമയത്ത് അതിൻ്റെ എൻഡിങ് സൗണ്ട്, അവസാനിക്കുന്ന ആ ഒരു ശബ്ദം നമ്മൾ വായിക്കുമ്പോൾ ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഈ ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോബർട്ട് ലൂയി സ്റ്റീവൻസൺ എഴുതിയിട്ടുള്ള വേർ ഗോ ദ ബോട്ട്സ് എന്ന് പറയുന്ന പോയത്തിൻ്റെ സ്റ്റാൻസ ബൈ സ്റ്റാൻസ അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ മലയാളം എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ കയറി കാണുക. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ക്ലാസ് 4 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ 4ാം ക്ലാസ്സിലെ എല്ലാ ലെസൺസിൻ്റെയും മലയാളം എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്രീഫായിട്ട് വേർ ഗോ ദ ബോട്ട്സ് എന്ന് പറയുന്ന ഈ പോയത്തെക്കുറിച്ചൊന്ന് പറയാം. അപ്പോൾ ഇവിടെ ടൈറ്റിൽ തന്നെ ഒരു ചോദ്യമാണ്, വേർ ഗോ ദ ബോട്ട്സ്, എങ്ങോട്ടാണ് ഈ ബോട്ടുകളൊക്കെ പോകുന്നത്. അതായത് ഈ ഒരു പോയത്തിൻ്റെ പിക്ചറിൽ നമുക്ക് കാണാം ഒരു കുട്ടി ഇങ്ങനെ പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി റിവറിലൂടെ ഒഴുക്കി വിടുന്നത്. അപ്പം ഈ ഒരു റിവർ എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ കളറാണ്. അതിൻ്റെ അടിയിൽ എന്താണ് ഗോൾഡൻ സാൻഡ് ഉണ്ട്. അതേപോലെ അതിൻ്റെ ഇരുവശത്തുമായിട്ട്, റിവറിൻ്റെ ഇരുവശത്തുമായിട്ട് എന്താണ് മരങ്ങളുണ്ട്, തിങ്ങി നിറഞ്ഞ് മരങ്ങളുണ്ട്. അതിനിടയിലൂടെയാണ് എന്താണ് ഈ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ എങ്ങനെ ഒഴുകുന്നു എന്നൊക്കെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നുണ്ട്. സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ ഗ്രീൻ ലീവ്സ്, അതായത് മരത്തിൻ്റെ മുകളിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന പച്ച ഇലകളൊക്കെ ഈ പുഴയുടെ മുകളിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. അതേപോലെ വെള്ളം വന്ന് ചാടി വീഴുന്ന ആ ഒരു ഭാഗത്ത് ഫോംസ്, പത രൂപപ്പെടുന്നുണ്ട്. അതും ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു കുട്ടി ഒഴുക്കി വിട്ട ബോട്ട് ഇങ്ങനെ പുഴയുടെ മുകളിലൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നുണ്ട്. എപ്പോഴായിരിക്കും ഈ ഒരു ബോട്ടൊക്കെ കരയ്ക്ക് അടിയുക എന്ന് കുട്ടിയുടെ മനസ്സിൽ കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നെ എന്താണ് അടുത്ത സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ ഈ റിവർ ഒഴുകുന്നതിനനുസരിച്ച് ആ പേപ്പർ ബോട്ട്സ് മില്ല് പാസ് ചെയ്തു പോകുന്നു. പിന്നെ ഒരു താഴ്വരയിലേക്ക് എത്തുന്നു. അതിനുശേഷം ഒരു താഴെയുള്ളൊരു കുന്ന്, അവിടേക്കൊക്കെ എത്തുന്നതായിട്ടാണ് പറയുന്നത്. പിന്നെ എന്താണ് ഒരുപാട് നൂറുകണക്കിന് മൈലുകൾ, അതായത് അത്രയും ദൂരം താണ്ടി ഈ ഒരു പേപ്പർ ബോട്ട്സ് പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത്രയും ദൂരെയൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ എന്താണ് കരയിലിരുന്ന് കളിക്കുന്ന ഏതെങ്കിലും ചെറിയ കുട്ടികൾ എൻ്റെ പേപ്പർ ബോട്ട്സ് എടുത്ത് കരയിലേക്ക് എത്തിക്കുമോ എന്നൊക്കെ കുട്ടി ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ അറിയാൻ വേണ്ടി ആ വീഡിയോ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.